ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാളിന് കൊടികയറി. മെയ് 11 ഊട്ടുതിരുനാൾ ദിനത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലി, സൗഖ്യദായകമായ ഊട്ടുനേർച്ച, വെഞ്ചരിപ്പ്, കൃതജ്ഞതാബലി എന്നിവയോടെ തിരുനാൾ സമാപിക്കും. ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറി. മതബോധന യൂണിറ്റ്, PTA, കേന്ദ്രസമിതി ഭാരവാഹികൾ, സാൻ ദാമിയാനോ കോൺവെന്റ് സിസ്റ്റേഴ്സ് എന്നിവർ കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് മതബോധന കുടുംബ യൂണിറ്റുകളുടെ സമ്മേളനവും കലാപരിപാടികളും നടന്നു. മാത്രമല്ല, നമ്മളേറെ നാൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ സെമിത്തേരി നാം ഇന്ന് ആസ്വദിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം എനിക്ക് തോന്നുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓടി നടന്ന് ഈ അരച്ചനും അതുപോലെ ടീം അംഗങ്ങളും ഇടഭാഗങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് പ്രയത്നത്തിലായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ സെമിത്തേരിക്കൊക്കെ ഒരു സാങ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ പോലും തന്നെ എളുപ്പമല്ല. പക്ഷെ ഇതൊക്കെ സാധിച്ചെടുത്തത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം വഴിയാണ്. വ്യാഴാഴ്ച അമ്പുതിരുനാൾ ദിനത്തോടനുബന്ധിച്ച് രാവിലെ ഭവനങ്ങളിലേക്ക് അമ്പെഴുന്നള്ളിപ്പും വൈകിട്ട് ദേവാലയത്തിലേക്ക് ആഘോഷമായ അമ്പ് പ്രദക്ഷിണവും നടക്കും. തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് കൈതാരം അമലോത്ഭവ മാതാ ദേവാലയം വികാരി ഫാദർ അൻസിൽ മൈപ്പാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കടക്കര ഉണ്ണിമിശിഹ ദേവാലയം വികാരി ഫാദർ മിഥുൻ മെൻഡസ് വചന പ്രഘോഷണം നടത്തും. പാരിഷ് കൗൺസിൽ അംഗങ്ങളും CSS, സെന്റ് വിൻസെന്റ് ഡി പോൾ, യുവജനങ്ങൾ എന്നിവരും കാഴ്ച സമർപ്പണം നടത്തും. തുടർന്ന് ശിങ്കാരിമേളം നടക്കും. മെയ് 9 വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് സമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ തീർത്ഥാടന കേന്ദ്രം വികാരി റവറൻ ഡോക്ടർ ജോൺസൺ പങ്കേത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാളിന്റെ മുഖ്യ ദിനം മെയ് 11 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലി, വചന സന്ദേശവും അഭിഷേകം നിറഞ്ഞ ദിവ്യകാരുണ്യ ആരാധന ശുശ്രൂഷയും നടത്തുന്നത് സുപ്രസിദ്ധ ധ്യാനഗുരുവായ സ്നേഹബഹുമാനപ്പെട്ട നെൽസൺ ജോൺ OCD അച്ഛനാണ്. സഹവികാരി ഫാദർ എക്സൺ പങ്കേത്ത വചന പ്രഘോഷണം നടത്തും. KLCWA അംഗങ്ങൾ, വിവിധ തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ കാഴ്ച സമർപ്പണം നടത്തും. തുടർന്ന് തെക്കുഭാഗത്തേക്ക് പ്രദക്ഷിണം നടക്കും. മെയ് 10 വൈകിട്ട് 5:30 അഭിവന്ദ്യ പിതാവ് കണ്ണൂർ രൂപതാ സഹായ മെത്രാൻ റവറൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിക്ക് സ്വീകരണം നൽകും. തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുടുംബ യൂണിറ്റ് ഭാരവാഹികളും വിവിധ സമിതി കൺവീനർമാരും കാഴ്ച സമർപ്പണം നടത്തും. തുടർന്ന് വടക്കുഭാഗത്തേക്ക് പ്രദക്ഷിണവും വാനിൽ വർണ്ണമഴയും നടക്കും. മെയ് 11 ഊട്ടുതിരുനാൾ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലി കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. റവറൻ ഫാദർ നെൽസൺ ജോബ് വചന പ്രഘോഷണം നടത്തും. 2025 പ്രസിദ്ധേന്തിമാർ കാഴ്ച സമർപ്പണം നടത്തും. തുടർന്ന് സൗഖ്യദായകമായ ഊട്ടുനേർച്ച വെഞ്ചരിക്കും. വൈകിട്ട് നടക്കുന്ന കൃതജ്ഞതാബലിക്ക് ഏഴിക്കര ജോൺ മരിയ വിയാനി വികാരി റവറൻ ഫാദർ ആൽബി കോണത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കൊടിയിറക്കത്തോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചന്റെ അവിടെ സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചന്റെ അവിടെ? മോക്ക് സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട? പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.